മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. ഒഴുകും പണവറയിങ്കൽ ചേർക്കണമീശോ. അഗാധത്തിൽ നിന്നും നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവന്റെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നിന്നെ ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. ശബ്ദത്താൽ ആശ്രയം അർപ്പിച്ച കർത്താവ്, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവ്, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നതിന് നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവകരമായ ശബ്ദത്താൽ ആസനം അർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മകനുമെന്ന ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായെ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദേവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കബറിടങ്ങളിൽ നിന്നും ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്നും വേദനിക്കപ്പെടുകയും ചെയ്യുന്ന വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുപ്പ് ടീച്ചറിൻ്റെ പ്രിയപ്പെട്ട മക്കളായ ജോയിച്ചൻ, ലീന, അമ്മച്ചിയെ ഏറെ ശ്രദ്ധയോടുകൂടി നമുക്കറിയാം. 87 വയസ്സെന്നൊക്കെ പറയുന്നത് വീണ്ടും ശിശുവിൻ്റെ ശൈശവത്വത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നൊരു കാലഘട്ടമാണ്. വളരെ സൂക്ഷ്മതയോടും കരുതലോടും സ്നേഹത്തോടെയും ചേർത്ത് പിടിച്ച് അമ്മയെ ശുശ്രൂഷിച്ച മായ, ഏഞ്ച്, എബിറ്റ്. എനിക്ക് ടീച്ചറിന് ഒരു 25 വർഷം മുമ്പുള്ള ഒരു നല്ല പരിചയമുണ്ട്. എന്നും പള്ളിയിൽ വരുന്ന മാതാപിതാക്കളായിരുന്നു കൊച്ചേട്ടനും ടീച്ചറുമൊക്കെ. നല്ല ഒരു കർഷകനായിരുന്നു അദ്ദേഹം. ഒട്ടനവധി കുഞ്ഞുങ്ങൾക്ക് അക്ഷരം നൽകിയ സ്നേഹസമ്പന്നയായ ഒരു അധ്യാപിക, ശാന്ത സ്വഭാവമുള്ള ഒരു നല്ല അമ്മ. ജനഹൃദയങ്ങളിൽ ഇടം തേടിയതുകൊണ്ട് ഒരു വാർഡിൻ്റെ മെമ്പറായിട്ട് പഞ്ചായത്തിൽ സേവനം ചെയ്ത വ്യക്തിത്വം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിന് വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവിശുദ്ധിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ദുർഗത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ. കുടുംബാംഗങ്ങളെ, പ്രിയ വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, തീർച്ചയായിട്ടും നമ്മൾ ചിഹ്നം ടീച്ചറിനെ സഭ യാത്രയ്ക്ക് ഒരുക്കുവാനായി നമ്മളിവിടെ പ്രാർത്ഥനാപൂർവ്വം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രൊവിൻസിൻ്റെയും പ്രൊവിൻസിലെ എല്ലാ അംഗങ്ങളുടെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലെ കുടുംബാംഗങ്ങൾക്ക് ഞങ്ങൾ അനുശോചനവും പ്രാർത്ഥനയും ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. തിമോഥെയോസിന്റെ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ഞാൻ നന്നായി പൊരുതി, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചിരുന്നു. ചിന്നമട്ടിച്ചനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതുതന്നെയാണ് നമ്മളെല്ലാവരും ഓടുന്നത്. റേസ് സ്കൂളിലാണ് 56 വയസ്സ് വരെ ടീച്ചർ പഠിപ്പിച്ച് അന്ന് മുതൽ ദേവാലയത്തിൽ നിന്ന് മുടക്കമോടാതെ ദേവാലയത്തിൽ പോയി ദൈവത്തെ ആരാധിച്ച് കുർബാന സ്വീകരിച്ച് വന്നിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് അർപ്പുകരം പോകുന്നത്. അവർക്ക് വേണ്ടി പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് കുർബാന പുസ്തകത്തിന് മോസസ് എപ്രകാരമാണോ കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനത്തെ നയിച്ചത്. കാനാൻ ദേശത്തേക്ക് നമുക്കറിയാം, ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് പ്രതിസന്ധികളുണ്ടായിരുന്നു, പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു. അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് സംഖ്യയുടെ പുസ്തകത്തിൽ 13-14 അധ്യായങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, ഈ 12 ഗോത്ര തലവന്മാരെയും കൊണ്ട് മോസസ് കാനാൻ ദേശത്തേക്ക് അവർ നയിക്കുമ്പോൾ അതിൽ ആ കാനാൻ ദേശത്തേക്ക് പോയി തിരിച്ച് അവർ എങ്ങനെയുണ്ടെന്ന് നോക്കി പറയുവാൻ പറഞ്ഞ് തിരിച്ചു വരുന്നവരുണ്ട്. അവർ പ്രവർത്തിക്കുന്നുണ്ട്. എന്തിനാണ് ഞങ്ങൾ ഈ ദേശത്ത് കൊടുക്കുന്നത്? അനാഥമായ മക്കളുണ്ട്, മല്ലന്മാരുണ്ട്. അവിടെയൊക്കെ ഇത്രയും കാണുകയും കേൾക്കുകയും ചെയ്തതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ആരിലാണ് കർത്താവ്. ഈ പ്രിയപ്പെട്ട ടീച്ചറും ഇത് തന്നെയല്ലേ വിശ്വാസത്തിലൂടെ, ജ്ഞാനത്തിന്റെ അറിവ് മാത്രമല്ല പറഞ്ഞത്, വിശ്വാസത്തിലൂടെ ദൈവത്തിലൂടെ താൻ കണ്ടറിഞ്ഞ റംസാനെ തന്റെ സമൂഹത്തിന് കുഞ്ഞുമക്കൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവരെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ഈ കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ ശ്രദ്ധയിലുള്ള ജോസഫ്. സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒരു മകനെ അമ്മയുടെ വിശ്വാസം, അപ്പന്റെ വിശ്വാസവും അമ്മ പ്രാർത്ഥനയും കണ്ടുകൊണ്ടായിരിക്കുമല്ലോ. ഇനി അമ്മയിൽ നിന്നും അപ്പനിൽ നിന്നും കേട്ടത് കൊണ്ടല്ല ഞാൻ വൈദികനായിരുന്നു, മറിച്ച് ഞാൻ കർത്താവിനെ അറിഞ്ഞു. ഇന്ന് ജോസഫിന് ഞങ്ങളുടെ അമരഗിരി വിമലഗിരി പ്രകാരം ആശ്രമത്തിലെ ധ്യാന സെന്ററിന്റെ ധ്യാന ഗുരുവും കൂടിയാണ്. അനേകം മക്കളെ അപ്രകാരമാണ് അമ്മ അനേകം മക്കളെ ജ്ഞാനത്തിലേക്കും പ്രകാശത്തിലേക്കും ദൈവവിശ്വാസത്തിലേക്കും ഉയർത്തിയത്. അതുപോലെ തന്നെ ഈ മകനും അനേകം മക്കളെ ദൈവവിശ്വാസത്തിലേക്ക് ഉയർത്തുവാൻ, വഴി നടത്തുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് അടിസ്ഥാന കാരണം എന്താണ്? ഈ പ്രിയപ്പെട്ട കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബെസനിയായി സോദരിമാരാ മർത്താമരെ ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനുയരും ഞാനാകുന്നു, കരയരുദേവം കരുണയോടന്തികമാർന്നകിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബെസനിയായി
രണ്ടാം ഭാഗമായ ദേവാലയത്തിലേക്കുള്ള വിലാപയാത്ര ആരംഭിക്കുകയാണ്. 2 വാഹനങ്ങൾ മറ്റു വാഹനങ്ങളൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വന്നിരിക്കുന്ന വാഹനങ്ങളിൽ മറ്റുള്ളവരെ കൂടി കയറ്റുവാനായിട്ടുള്ള സന്മനസ് കാണിക്കുക. നല്ല പുണ്യപ്രവൃത്തിയായിരിക്കും ഇന്നേ ദിവസം പ്രത്യേകിച്ച്. കുമ്പസാരിപ്പിക്കാനുമൊക്കെ ആയിട്ട് വീട്ടിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാ മറ്റു മുമ്പ് ഉണ്ടായിരുന്ന വികാരിച്ചന്മാരെ സഹോദരി വികാരിച്ചന്മാരെയൊക്കെ സ്നേഹപൂർവ്വം ഓർക്കുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട ഇവിടെയുള്ള സിസ്റ്റേഴ്സ് 2 കോൺവെന്റിലെ SH കോൺവെന്റ്, അതുപോലെ തന്നെ അപ്പസ്തോലിക് പ്ലേസ് കോൺവെന്റിലെ ബഹുമാനപ്പെട്ട ചേർന്നിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെ സിസ്റ്റേഴ്സിനെ എല്ലാവരെയും സ്നേഹപൂർവ്വം നന്ദിയോടെ സ്മരിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്യാപ്റ്റൻ സഹോദരങ്ങൾ, ഞങ്ങളുടെ പാവനാത്മ പ്രോവിൻസിലെ സഹോദരങ്ങൾ ധാരാളം പേര് ഈ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കുചേരാനായിട്ട് തിരക്കുള്ള ഈ ദിവസം ഈ അതിരാവിലെ തന്നെ എത്തിച്ചേർന്നതിന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുകയാണ്. അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട്, അതുപോലെ വയ്യാതിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ കൂടെ വരികയും അന്വേഷണങ്ങൾ അറിയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാ സ്നേഹ സഹോദരി എല്ലാം നാട്ടുകാരെ, അമ്മയുടെ ശിഷ്യഗണങ്ങൾ, അതുപോലെ കൂടെ പഠിപ്പിച്ചിരുന്ന അധ്യാപകർ, ഇവരെല്ലാം സ്നേഹപൂർവ്വം ഓർക്കുന്നു. അമ്മയെ ചികിത്സിച്ച കരുവഞ്ചാല് ഹോസ്പിറ്റലിലെ, അതുപോലെ പയ്യാവൂർ മേഴ്സി ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ്, മെഡിക്കൽ സ്റ്റാഫ്, അവരെല്ലാം ഞാൻ എത്രയും സ്നേഹത്തോടെ സ്മരിക്കുകയും നന്ദി അറിയിക്കുകയുമാണ്. ഈ കഴിഞ്ഞ ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് ഉറക്കളച്ച് പോലും ഈ മൃതസംസ്കാര ശുശ്രൂഷകൾ മനോഹരമാക്കുവാൻ വേണ്ടി പണിയെടുത്ത, ഞങ്ങളെ സഹായിച്ച നല്ലവരായിട്ടുള്ള ധാരാളം അയൽവാസികളുണ്ട്. പേര് പറയാനായിട്ട് ആണ് ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് ഞാൻ പേരായിട്ട് പറയുന്നില്ല. എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുകയും നന്ദി അറിയിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്തവർ, അതുപോലെ ഞങ്ങളുടെ അമ്മയോടും ഞങ്ങളുടെ കുടുംബത്തോടുമുള്ള മനോഹരമായ ഏറ്റവും വലുതാണ്. അതിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അവരുടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രം ഈ അവസരത്തിൽ ചെയ്യുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും സ്നേഹപൂർവ്വം ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. എല്ലാവർക്കും മറ്റു വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടർന്നുള്ള ശുശ്രൂഷ വികാരിച്ചതിന് നേതൃത്വം കൊടുക്കുന്നതായിരിക്കും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ചെറിയവരും വലിയവരും പ്രിയരേ, നിങ്ങൾ കരയരുതകിലേശൻ പുനരുദ്ധാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സത്യവിശ്വാസത്തോടെ ഈ ലോകം വിട്ടു പോയിരിക്കുന്ന നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്തെ സത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിച്ച ഇയാളെ ദൈവം നീതിവാന്മാരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തെ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ചു കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെ രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ പരിണാമവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ശരീരങ്ങളെ നീ ആത്മാവിൽ മോചിപ്പിക്കുകയും മറ്റു പ്രകാശങ്ങളാൽ എൻ്റെ ആത്മാവിൽ നിർവാഹനം തരികയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവജനങ്ങളാൽ എൻ്റെ ആത്മാവിനും വോട്ടം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം എന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും.
രാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്നെ ത്രയ്ക്കുക, ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞേക്കാൾ വെണ്ണയുള്ളവനാകും. ാത്മാവിനും കുരിശുവഴിയായും സമർപ്പിക്കാം. ആദ്യം മുതൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പോലെ നിന്നെ സമർപ്പിക്കട്ടെ.